Hi, hello everyone. ഇന്ന് +1 കൊമേഴ്സിലെ അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 3 ആയ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലെസൺ 1ലും 2ലും നമ്മൾ അക്കൗണ്ടിംഗ് എങ്ങനെ ഡെവലപ്പ് ആയി, അതിന്റെ ആവശ്യകത എന്താണ് എന്നെല്ലാം നോക്കി. അതോടൊപ്പം ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നതിന് ചില ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. അക്കൗണ്ടിംഗ് എന്നത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ചില ഘട്ടങ്ങളിലുള്ള ഒരു പ്രോസസ്സാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ സോഴ്സ് ഡോക്യുമെന്റ്സ്, ബിൽസ്, ഇൻവോയ്സ്, റെസിപ്റ്റ്സ് എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പിന്നെ അതിന്റെ വിവരങ്ങൾ ജേർണൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ആദ്യം എഴുതണം. ഇത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് പറയുന്നത്. ജേർണലിന് എന്താ പറയുക? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. പിന്നീട് ആ ജേർണലിൽ നിന്ന് എടുത്ത് ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിലേക്ക് ലെഡ്ജർ എന്ന ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഈ ലെഡ്ജറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം ബിസിനസിന്റെ എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ക്രമത്തിൽ റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എല്ലാ വിവരങ്ങളും ശരിയായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചാൽ പിന്നീട് അതിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട്, റിപ്പോർട്ട്സ് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. ഇതിനാണ് പിന്നീട് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, സൂപ്പർവൈസേഴ്സ് എന്നിവർക്ക് ഉപകാരപ്പെടുന്നത്. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ് ഈ പറഞ്ഞ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന് ഉപകാരപ്പെടുന്നത്. ഇനി അടുത്തത് ബിസിനസ് ട്രാൻസാക്ഷൻസും സോഴ്സ് ഡോക്യുമെന്റ്സും. നിങ്ങൾ എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തപ്പോൾ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പ്യൂട്ടർ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ പോവുകയാണ്. മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു. ഡീലർ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നതിനൊപ്പം എന്ത് തന്നു? ഒരു ക്യാഷ് മെമ്മോ തന്നു. അതിന് പകരമായിട്ട് അച്ഛൻ എന്ത് ചെയ്തു? 35,000 രൂപ ക്യാഷ് ആയിട്ട് പണം അടയ്ക്കുകയും ചെയ്തു. കമ്പ്യൂട്ടറിന്റെ വില എത്രയായിരുന്നു? 35,000 രൂപ. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്നു, അതിന് പകരമായിട്ട് 35,000 രൂപ നമ്മൾ പൈസയായിട്ട് അടയ്ക്കുകയും ചെയ്തു. ഇത് ഒരു ട്രാൻസാക്ഷൻ ആണ്. അതായത് രണ്ട് വസ്തുക്കളുടെ ഇടപാടാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഗിവിങ് ആസ്പെക്ട്സ്. നമ്മൾ എന്താണ് അവിടെ ഗിവ് ചെയ്യുന്നത്? പണമാണ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അവിടെ ഒരു ഗിവ് ആസ്പെക്ട്സ് നടന്നു, അതാണ് പണം കൊടുക്കുന്നത്. പിന്നെ അവിടെ ഒരു ടേക്ക് ആസ്പെക്റ്റും നടന്നു. എന്താണ് അവിടെ നമ്മൾ ടേക്ക് ചെയ്തത്? നമ്മൾ എടുത്തത് എന്താണ്? അവിടുന്ന് കമ്പ്യൂട്ടർ ആണ് നമ്മൾ എടുത്തത്. അപ്പൊ അവിടുത്തെ ടേക്ക് ആസ്പെക്ട് എന്താണ്? കമ്പ്യൂട്ടർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഗിവ് ആസ്പെക്ട് ഉണ്ട്. ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. അവിടെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ടായി. എന്തൊക്കെ? ഗിവ് ആസ്പെക്ട്സും ടേക്ക് ആസ്പെക്റ്റും ഉണ്ടായി. ഗിവ് ആസ്പെക്ട് എന്ന് പറയുന്നത് പണം കൊടുക്കുന്നത്, ടേക്ക് ആസ്പെക്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസാക്ഷൻ ഗിവ് ആൻഡ് ടേക്ക് എന്നത് രണ്ട് ഭാഗങ്ങളിലുള്ള സ്വഭാവം കാണിക്കുന്നു. ഓക്കെ, ഗിവ് ആസ്പെക്റ്റും ടേക്ക് ആസ്പെക്റ്റും. പണം കൊടുക്കുന്നത് ഗിവ് ആണെങ്കിൽ കമ്പ്യൂട്ടർ കിട്ടുന്നത് എന്താണ്? ടേക്ക് ആണ്. ഇതുപോലെ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്നത് രണ്ട് വ്യക്തികൾക്കിടയിലെ ഫിനാൻഷ്യൽ വാല്യൂ ഉള്ള വസ്തുക്കൾ, അതായത് ഗുഡ്സോ അല്ലെങ്കിൽ സർവീസിന്റെയോ എക്സ്ചേഞ്ചിങ് ആണ്. അതിന്റെ എഫക്റ്റ് ഒന്നോ അതിലധികമോ അക്കൗണ്ട്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നതായി കാണിക്കണമെങ്കിൽ എപ്പോഴും നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം, അല്ലെ? ഇപ്പൊ നമ്മൾ പറയാണ് ഇതേപോലെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിസിനസ്സിൽ ചുമ്മാ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട്, അതിന് പ്രൂഫ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെ? അപ്പോൾ ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടന്നതായി കാണിക്കാനായിട്ട് എപ്പോഴും സോഴ്സ് ഡോക്യുമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, ആ ട്രാൻസാക്ഷന് സപ്പോർട്ട് ചെയ്യുന്ന ആ ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റിലുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, സെയിൽസ് ബിൽസ്, പേ ഇൻ സ്ലിപ്പ്, ചെക്ക്, സാലറി സ്ലിപ്പ്, ഇതൊക്കെ സോഴ്സ് ഡോക്യുമെന്റിലുള്ള ഉദാഹരണങ്ങളാണ്.
ഇത്തരത്തിൽ ഒരു ഡോക്യുമെന്റ് ട്രാൻസാക്ഷൻ നടന്നതിന് തെളിവായിട്ട് നിന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും? സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വൗച്ചർ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെറ്റി ക്യാഷ് എക്സ്പെൻസ് ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഡോക്യുമെന്റ് നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വല്ല ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത് വെക്കണം? ഒരു വൗച്ചർ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ ആ വൗച്ചറിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. ഏറ്റവും മുകളിൽ തന്നെ ആ ഫേമിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. കമ്പനി ആണെന്നുണ്ടെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആർക്ക് ഏത് ബിസിനസ് സ്ഥാപനത്തിലാണ് നമ്മൾ ആ വൗച്ചർ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പേര് ഏറ്റവും മുകളിലായിട്ട് ആ വൗച്ചറിന്റെ മുകളിലായിട്ട് ആ ഫേമിന്റെ പേര് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ വൗച്ചർ നമ്പർ. വൗച്ചർ നമ്പർ എപ്പോഴും ഓർഡറിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന വൗച്ചറിന് നമ്മൾ എന്ത് നമ്പർ ഇട്ട് കൊടുക്കണം? വൗച്ചർ 1 ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഇന്നൊരു വൗച്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത വൗച്ചർ നമ്പർ എത്രയാണോ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വൗച്ചർ നമ്പർ ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. സീക്വൻസൽ ഓർഡറിൽ വേണം നമ്മൾ വൗച്ചർ നമ്പേഴ്സ് നോട്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഡേറ്റ്. നമ്മൾ എന്നാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ ഡേറ്റ് വേണം ഡേറ്റ് കോളത്തിൽ അല്ലെങ്കിൽ ഡേറ്റിന്റെ നേരത്തെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് ഉണ്ടാവും പറഞ്ഞു. ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഉണ്ടാവും, ഒരു ടേക്ക് ആസ്പെക്റ്റും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, നമുക്ക് മെഷീനറി പർച്ചേസ് ചെയ്തതിലൂടെ എന്താണ് നമുക്ക് വരുന്നത്? ഒരു അസറ്റായ മെഷീനറിയാണ് വരുന്നത്. അപ്പൊ ഏത് അക്കൗണ്ടിനെ വേണം നമ്മൾ ഡെബിറ്റ് ചെയ്യാനായിട്ട്? മെഷീനറി അക്കൗണ്ടിനെ വേണം നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് അക്കൗണ്ടിനെയാണോ ഡെബിറ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിന്റെ പേര് ഇവിടെയാണ്. ഇനി ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മൾ എന്താണ് മെഷീനറി പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോയത് എന്താണ്? ഒരു ക്യാഷ് ആണ്. ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ് ആണ് നമ്മുടെ ഇന്ന് പോയത് അല്ലെ? അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിനെ ആയിരിക്കണം? ക്യാഷ് അല്ലെങ്കിൽ ബാങ്കിനെ വേണം ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് എമൗണ്ട്. എത്ര രൂപയാണ് ആ മെഷീനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയത്? സപ്പോസ് ഇപ്പൊ 50,000 rupees ആണ് നമ്മൾ അതിനുവേണ്ടി ചെലവാക്കിയത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ എമൗണ്ടിന്റെ നേരിട്ട് എഴുതി കൊടുക്കണം. 50,000 ആണെന്നുണ്ടെങ്കിൽ 50,000 rupees പറഞ്ഞിട്ട് ആ എമൗണ്ടിന്റെ നേരിട്ട് നമ്മൾ ഫിൽ ചെയ്യണം. അടുത്തത് നറേഷൻ. നറേഷൻ പറഞ്ഞാൽ എന്താണ്? ആ ട്രാൻസാക്ഷനെ കുറിച്ച് ബ്രീഫ് ആയിട്ടുള്ള ഒരു ലൈൻ. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു മെഷീനറി പർച്ചേസ് ചെയ്താണ് പറഞ്ഞു. നറേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ബീയിങ് എന്ന വേർഡിലൂടെയാണ് ആ നറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ എന്താ നമ്മൾ ഈ മെഷീനറി പർച്ചേസ് ചെയ്തതിനുള്ള നറേഷൻ കൊടുക്കുക? ബീയിങ് മെഷീനറി പർച്ചേസ്ഡ് ഫോർ ₹50,000 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇവിടെ കൊടുക്കണം. ആ വൗച്ചർ എന്തിനു വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നറേഷനിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വൗച്ചർ ആരാണ് പ്രിപ്പയർ ചെയ്തതെന്നുള്ള ആളുടെ പേരും സിഗ്നേച്ചറും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. പ്രിപ്പയർഡ് ബൈ സോ ആൻഡ് സോ, അവരുടെ സിഗ്നേച്ചറും ഇവിടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ വൗച്ചർ ഓതറൈസ് ചെയ്യണം അല്ലെ? ഈ ക്യാഷ് റിലീസ് ചെയ്യാനുള്ള ഒരു അതോറിറ്റി ഉണ്ടാവും അല്ലെ? അപ്പൊ ആരാണോ ആ പേഴ്സന്റെ പേരും അതേപോലെ സിഗ്നേച്ചറും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യും. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ വൗച്ചറിന്റെ ഫോർമാറ്റ് ഉണ്ടാവുക. ഓക്കെ. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വിവിധ തരത്തിലായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്യാഷ് വൗച്ചർ, ഡെബിറ്റ് വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ, ജേർണൽ വൗച്ചർ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇതിനായിട്ട് നിർബന്ധമായിട്ട് ഒരു സെറ്റ് ഓഫ് ഫോർമാറ്റ് ഇല്ല. പലപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ട്രാൻസാക്ഷന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ ഇതിനു മുന്നേ ഉള്ള സ്ലൈഡിൽ നമ്മൾ കണ്ടത്. ഈ വൗച്ചറുകൾ ഓഡിറ്റ് കഴിയുന്നവരെ, ആ ബിസിനസിന്റെ ഓഡിറ്റ് കഴിയുന്നവരെ, അതേപോലെ തന്നെ ആ വർഷത്തെ ടാക്സിന്റെ അസസ്മെന്റ് പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ ഈ വൗച്ചേഴ്സ് വന്നിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇപ്പോൾ 2024-25 കാലഘട്ടത്തിലുള്ള വൗച്ചേഴ്സ് ആ വർഷം കഴിഞ്ഞതും നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യരുത്. അതിന്റെ അസസ്മെന്റ്സും അതേപോലെ ഇത്ര വർഷം വരെ നമ്മൾ ആ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ആ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കണം എന്നുണ്ട്. സേ 8 years എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും വർഷം എത്രയാണോ നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് അത്രയും വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വൗച്ചേഴ്സും അതേപോലെ ബാക്കിയുള്ള സോഴ്സ് ഡോക്യുമെന്റ്സും എല്ലാം എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം. ഇന്നത്തെ കാലത്ത് അക്കൗണ്ടിങ് കൂടുതലും എന്തായി? കമ്പ്യൂട്ടറൈസ്ഡ് ആയി. പണ്ടാണെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പോലെ നോട്ട്സിലും അതേപോലെ രജിസ്റ്ററിലും ഒക്കെ എഴുതി നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ്? ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അതിനാൽ ഓരോ ട്രാൻസാക്ഷനും ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് കോഡ് നമ്പർ, അക്കൗണ്ടിങ് നെയിം എന്നിവ കാണിച്ചിട്ടുള്ള അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സോഫ്റ്റ്വെയറിൽ തന്നെ ഓരോ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചു, അതിനുള്ള ബില്ല് അവർ എങ്ങനെയാണ് അടിച്ചു തരുന്നത്? കമ്പ്യൂട്ടറിൽ അതിന്റെ കാര്യങ്ങൾ അടിച്ചിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തു തരാം. ആരും വൗച്ചറിലോ അല്ലെങ്കിൽ ബിൽ ബുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബിൽ ബുക്കിൽ എഴുതിയിട്ടല്ല തരുന്നത്. കൂടുതലും എന്തായി, അക്കൗണ്ടിങ് ഫുള്ളും കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് വൗച്ചേഴ്സും. ആദ്യത്തേത് എന്താണ്? സിമ്പിൾ ട്രാൻസാക്ഷൻ. ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉള്ള ഒരു ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെന്താ പറയുന്നത്? അതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് വൗച്ചേഴ്സിലെ ആദ്യത്തെ അതാണ് എന്താണ്? സിമ്പിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതിലെന്താ പറയുന്നത്? ഒരു ഡെബിറ്റും ഉണ്ടാവും ഒരു ക്രെഡിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? സിമ്പിൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ. കോമ്പൗണ്ട് ട്രാൻസാക്ഷനിൽ എന്താ വരുന്നത്? ഒന്നിൽ കൂടുതൽ ഡെബിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് ഉള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് വൗച്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന വൗച്ചറിനെയാണ് എന്ത് പറയുക? കോമ്പൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് വൗച്ചർ രണ്ട് തരത്തിലുണ്ട്. ഡെബിറ്റ് വൗച്ചറും ഉണ്ട്, ക്രെഡിറ്റ് വൗച്ചറും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ നോക്കിയത്? നമ്മൾ നോക്കിയത് ആദ്യം സിമ്പിൾ ട്രാൻസാക്ഷൻ നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ. അപ്പോൾ കോമ്പൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചർ ഏതാണ്? കോമ്പൗണ്ട് വൗച്ചർ. കോമ്പൗണ്ട് വൗച്ചറിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റ്സ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ്സ് ഉണ്ടാവും. മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സ്. മൾട്ടിപ്പിൾ ഡെബിറ്റ്സും ഒരു ക്രെഡിറ്റും അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സും ഒരു ഡെബിറ്റും ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ട്രാൻസാക്ഷൻ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചറിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് വൗച്ചർ രണ്ട് തരത്തിലുണ്ട്. ഡെബിറ്റ് വൗച്ചറും ഉണ്ട്, ക്രെഡിറ്റ് വൗച്ചറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് പറയുന്നത് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. ഒന്നിലധികം ഡെബിറ്റ്സും ക്രെഡിറ്റ്സും ഉള്ള ട്രാൻസാക്ഷനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് വൗച്ചർ അല്ലെങ്കിൽ ജേർണൽ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് പറയുന്നതാണ് എന്ത്? അടുത്തത് പറയുന്നതാണ് കോംപ്ലക്സ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ജേർണൽ വൗച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതില് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡെബിറ്റ്സും മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സും ഉള്ള ട്രാൻസാക്ഷനെയാണ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൗച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് അല്ലാന്നുണ്ടെങ്കിൽ ജേർണൽ വൗച്ചർ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്. ഒന്ന് സിമ്പിൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ വൗച്ചർ, രണ്ട് കോമ്പൗണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട് വൗച്ചർ, മൂന്ന് കോംപ്ലക്സ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള കോംപ്ലക്സ് അല്ലാന്നുണ്ടെങ്കിൽ ജേർണൽ വൗച്ചർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പഠിച്ചു, ഇപ്പൊ മോഡേൺ ആയിട്ട് ഇപ്പോ എന്താ പറയാ, വൗച്ചേഴ്സ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ തന്നെ അക്കൗണ്ട് നെയിമും കോഡും എല്ലാം അടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് വരും? വൗച്ചർ പ്രിന്റ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഇനി ഒരു അക്കൗണ്ടിങ് വൗച്ചേഴ്സിന്റെ കീ ഫീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒരു അക്കൗണ്ടിങ് വൗച്ചേഴ്സിന്റെ കീ ഫീച്ചേഴ്സ്, അതിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ ഓൾറെഡി കണ്ടിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. നല്ലൊരു നിലവാരമുള്ള പേപ്പറിൽ വേണം, ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പേപ്പറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഈ പറഞ്ഞ അക്കൗണ്ടിങ് വൗച്ചർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതേപോലെ കമ്പനിയുടെ പേര് അതിന്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം അല്ലെ? കമ്പനിയുടെ പേര് ആ വൗച്ചറിന്റെ മുകളിൽ തന്നെ പ്രിന്റ് ചെയ്യണം. അതേപോലെ ഏത് ഡേറ്റ് ആണ് നമ്മൾ അതിൽ എൻട്രി ചെയ്യുന്നത്? എന്നാണോ ട്രാൻസാക്ഷൻ നടന്നത് ആ ഡേറ്റ് വേണം ആ വൗച്ചറിൽ എൻട്രി ചെയ്യാനായിട്ട്. നമ്മൾ എപ്പോഴാണോ ആ വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് അല്ല, എന്നാണോ നമ്മൾ ആ പൈസ കൊടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എന്നാണോ ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ ദിവസത്തെ ഡേറ്റ് വേണം, ആക്ച്വൽ ട്രാൻസാക്ഷൻ ഡേറ്റ് വേണം ആ വൗച്ചറിൽ എൻട്രി ചെയ്യാനായിട്ട്. സീരിയൽ നമ്പർ കൃത്യമായിട്ട് ഇടണം. ഓർഡറിൽ വേണം സീരിയൽ നമ്പർ ഇടാനായിട്ട്. തോന്നിയ നമ്പർ ഇടരുത്.
ഇതിന് മുന്നത്തെ വൗച്ചറിൽ ഏത് നമ്പറാണ് ഒട്ടിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ വേണം നെക്സ്റ്റ് വൗച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇടാനായിട്ട്. അതേപോലെ ഏത് അക്കൗണ്ട് ആണോ ഡെബിറ്റ് ചെയ്യുന്നത്, ഏത് അക്കൗണ്ട് ആണോ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. പിന്നെ amount ഫിഗേഴ്സിൽ ഇട്ട് കൊടുക്കണം. 30,000 ആണെന്നുണ്ടെങ്കിൽ 30,000 rupees പറഞ്ഞിട്ട് കൊടുക്കണം. അല്ലാണ്ട് വേർഡ്സിൽ 30,000 rupees അങ്ങനെയല്ല എഴുതുക, നമ്മൾ ഫിഗേഴ്സിലാണ് കൊടുക്കുന്നുണ്ടാവും. അതേപോലെ നരേഷൻ അതിൽ കൊടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ട് ഒരു ലൈൻ. ഇപ്പൊ സാലറി പേ ചെയ്താണെന്നുണ്ടെങ്കിൽ ബീയിങ് സാലറി പെയ്ഡ്. ഇപ്പൊ നരേഷൻ എപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്തിട്ടാണ് തുടങ്ങുക? ബീയിങ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ, ഓരോ വൗച്ചറിലും ആ ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ അതിന്റെ താഴെ ആരാണോ ആ വൗച്ചർ പ്രിപ്പയർ ചെയ്ത് അയാളുടെ പേരും സിഗ്നേച്ചറും അവിടെ കൊടുക്കണം. അതേപോലെ അത് ആരാണോ ഓതറൈസ് ചെയ്തത്, അംഗീകരിച്ചത്, അയാളുടെ അല്ലെങ്കിൽ ആ പേഴ്സന്റെ പേരും സിഗ്നേച്ചറും കൂടിയിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. നമ്മൾ ഇതിന് മുന്നേ നോക്കിയില്ലേ, റിപ്പോർട്ട്സ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണെന്ന് പഠിച്ചു അല്ലേ? ഇത് ജസ്റ്റ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഇക്വേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് അല്ലേ? ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ് എന്ത് ചെയ്യണം? നമ്മൾ ലൈബിലിറ്റീസും അതേപോലെ ക്യാപിറ്റലും ആയിട്ടുള്ള എമൗണ്ട്സ് ആണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എൻട്രി ചെയ്യുക. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ നമ്മൾ എൻട്രി ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡ് അസറ്റ്സ് ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ചാൽ മതി. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നമുക്ക് വരും ലെസണിൽ പഠിക്കാം. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ജേർണൽ ആദ്യം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് ട്രയൽ ബാലൻസ്, പിന്നെ P&L, പിന്നെയാണ് P&L മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഇക്വേഷൻ ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അത് നോക്കുന്നതിന് മുന്നേ ഈ ബാലൻസ് ഷീറ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് കാണിച്ചു നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സൈഡ് ലൈബിലിറ്റിയും ക്യാപിറ്റലും ആണ് എൻട്രി ചെയ്യുക, മറു സൈഡ് അസറ്റ്സും ആണ് എൻട്രി ചെയ്യുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അസറ്റ് സൈഡും അതേപോലെ തന്നെ അതിന്റെ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും എന്തായിരിക്കണം? ലൈബിലിറ്റി സൈഡും അസറ്റ് സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് ലൈബിലിറ്റീസും ക്യാപിറ്റലും ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇടുന്നു, മറു സൈഡ് അസറ്റ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇടുന്നു. ഓക്കെ, ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോളംസ് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയാൽ മാത്രമേ എന്താവുള്ളൂ? ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് ആണ് എന്നുള്ള അർത്ഥം വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ്? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ അസറ്റ് എപ്പോഴും അതിന്റെ ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിരിക്കണം. അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് കണ്ടു അല്ലേ? ആ ഫോർമാറ്റിൽ എന്താണ്? ഒരു സൈഡ് നമ്മൾ എന്താണ് എൻട്രി ചെയ്യുന്നത്? ലയബിലിറ്റീസും ക്യാപിറ്റലും ആണ് ഒരു സൈഡ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. മറു സൈഡ് എന്താണ് എൻട്രി ചെയ്യുന്നത്? അസറ്റ്സ് ആണ് എൻട്രി ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഈ അസറ്റ് സൈഡും ക്യാപിറ്റലും ലയബിലിറ്റി ഉള്ള സൈഡും കൂടി ആഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരണം പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ രൂപത്തിൽ ഇട്ടിരിക്കുന്നത്. എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പറഞ്ഞിട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് ഓർത്തു വെക്കണം. ഇതൊരു അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബേസ് തന്നെയാണിത്. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ലയബിലിറ്റിയും ക്യാപിറ്റലും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ അസറ്റ് കണ്ടുപിടിക്കാമെന്ന് നമുക്കറിയാം അല്ലേ? ഇനി ഇതൊന്നൊരു മിസ്സിംഗ് ഇൻഫോർമേഷൻ ആയിട്ട് സപ്പോസ് അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഡെറൈവ് ചെയ്യാനായിട്ട് പറ്റും. ക്യാപിറ്റൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇനി ക്യാപിറ്റലും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയായിരിക്കും ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത്? അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആയിരിക്കും ലയബിലിറ്റി വരുന്നത്. സപ്പോസ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു 10ഉം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 8ഉം ആണെന്നുണ്ടെങ്കിൽ അസറ്റ് എന്തായിരിക്കും? 18 ആയിരിക്കും അസറ്റിന്റെ വാല്യൂ. ഓക്കെ, ഇനി സപ്പോസ് അസറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അസറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയാം. 18 ആണ്
അസറ്റിന്റെ വാല്യൂ. അതേസമയം നമുക്ക് ലൈബിലിറ്റീസും തന്നിട്ടുണ്ട് എത്രയെന്നുള്ളത് 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാപിറ്റലിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ 18 മൈനസ് 10 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റലായ 8 കിട്ടും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അസറ്റായ 18 തന്നിട്ടുണ്ട്, അതേപോലെ ക്യാപിറ്റലായ 8 തന്നിട്ടുണ്ട്. അപ്പൊ അസറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? ഈ 18 മൈനസ് 8 10 റുപ്പീസ് ആയിരിക്കും എന്ത്? അസറ്റിന്റെ വാല്യൂ. ഓക്കെ, അതാണ് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനിൽ പറയുന്നത്. അസറ്റ് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ബിസിനസിന്റെ ആസ്തി. എന്താണ്? ബിസിനസിന്റെ ആസ്തി. ലൈബിലിറ്റീസ് പറഞ്ഞാലോ? ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ബാധ്യത. സപ്പോസ് കമ്പനി ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബാധ്യതയാണ്. അത് കമ്പനിക്ക് അടച്ചു തീർക്കണം അല്ലെ? കമ്പനിയുടെ ബാധ്യതയാണ്. അപ്പൊ കമ്പനി ഒരു ലോണോ മറ്റോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈബിലിറ്റി സൈഡ് കാണിക്കും. അസറ്റ് സൈഡ് പറഞ്ഞു വെച്ചാൽ കമ്പനിയുടെ ആസ്തികൾ എന്തൊക്കെയായിരിക്കും? മിഷനറി, സ്റ്റോക്ക്, അല്ലെങ്കിൽ ഇൻവെന്ററി, എക്യുപ്മെന്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എക്യുപ്മെന്റ്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം കമ്പനിയുടെ ആസ്തിയാണ്. ഇതെല്ലാം നമ്മൾ ഏത് സൈഡാണ് കാണിക്കുക? അസറ്റ് സൈഡാണ് കാണിക്കുക. ക്യാപിറ്റൽ പറഞ്ഞാൽ ഉടമസ്ഥൻ, ആ കമ്പനി തുടങ്ങുന്ന ആ ഉടമസ്ഥൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷന് നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നില്ലേ, അതിനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പേരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നത് ബാലൻസ് ഷീറ്റിന്റെ അടിസ്ഥാന ബന്ധം കണക്കാക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാലൻസ് ഷീറ്റിന്റെ ഒരു സൈഡ് നമ്മൾ ലൈബിലിറ്റീസും ക്യാപിറ്റൽസും എൻട്രി ചെയ്യും, മറു സൈഡ് എന്ത് ചെയ്യും? അസറ്റ് എൻട്രി ചെയ്യും. എന്നിട്ട് രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയല്ലേ ഈ ഒരു ഇക്വേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പൊ അതുകൊണ്ട് ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ എന്തെന്നും വിളിക്കും? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും വിളിക്കും. ഈ ബാലൻസ് ഷീറ്റ് നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? ഒരു നിശ്ചിത തീയതിയിൽ, യൂഷ്വലി 31st മാർച്ചിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ബിസിനസിന്റെ സമ്പത്തും അവയുടെ ലൈബിലിറ്റീസും ക്യാപിറ്റൽസും എല്ലാം നമ്മൾ എത്രയാണ് എന്നുള്ളത് ഇതേപോലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എൻട്രി ചെയ്ത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ രണ്ട് സൈഡും അസറ്റ് സൈഡും അതേപോലെ ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി സൈഡും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ റിപ്പോർട്ട് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തതെല്ലാം കറക്റ്റ് ആണ്, നമ്മൾ എവിടെയും ഒരു റെക്കോർഡ്സും അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻസും നമ്മൾ മിസ് ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം വരുന്നുള്ളൂ. ഈവൻ ദോ ചില സിറ്റുവേഷനിൽ ബാലൻസ് ഷീറ്റ് ടാലി ആയാലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് അതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷെ ഇപ്പൊ ബേസിക് ആയിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് രണ്ട് സൈഡും ടാലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത ലെഡ്ജേഴ്സ്, ജേർണൽസ് എല്ലാം കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അസറ്റ് സൈഡ് നമ്മൾ എന്തൊക്കെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയായിരിക്കും അസറ്റ് സൈഡ് എൻട്രി ചെയ്യുക? ഫർണിച്ചർ, മിഷനറി, സ്റ്റോക്ക്, ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാർ. ആ പറഞ്ഞതൊക്കെയാണ് നമ്മൾ എവിടെ എൻട്രി ചെയ്യാം? അസറ്റ് സൈഡ് എൻട്രി ചെയ്യാം. ലൈബിലിറ്റീസ് പറഞ്ഞാൽ ലോൺസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽസ്, ഇതൊക്കെയാണ് എന്താ? ലൈബിലിറ്റി സൈഡ് എൻട്രി ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ എന്തെന്നും പറയും? ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയും. ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് അസറ്റ് ഓൺ വൺ സൈഡ്, ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി ഓൺ അതർ സൈഡ്. ബോത്ത് സൈഡ് മസ്റ്റ് ബി ഈക്വൽ, റിഫ്ലക്റ്റിംഗ് അക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ വന്നിട്ട് ഒരു സൈഡ് അസറ്റും മറു സൈഡ് ലൈബിലിറ്റീസും ക്യാപിറ്റലുമാണ്. അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് പറയുന്നത്? അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും ടാലി ആയിരിക്കും വേണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രോഹിത് സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് ₹5 lakh. രോഹിത് വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അപ്പോൾ ആദ്യം രോഹിത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ രോഹിത് ബിസിനസിന്റെ ആരാണ്? രോഹിത് ബിസിനസിന്റെ ഓണറാണ്. അപ്പോൾ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ. അപ്പൊ രോഹിത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പോൾ ക്യാപിറ്റൽ എന്തായിട്ടാണ്? ക്യാഷ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രോഹിത് ക്യാഷ് ആയിട്ടാണ് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്
ഏത് സൈഡ് വരുന്നതാണ്? ലയബിലിറ്റി സൈഡ് വരുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസിന്റെ ഒരു അസറ്റ് ആണ് അല്ലെ? അസറ്റ് എവിടെയാ? ക്യാഷ്. അപ്പൊ ക്യാഷ് എവിടെയാ വരിക? അസറ്റ് സൈഡാണ് വരിക. അപ്പോൾ അസറ്റായ ക്യാഷ് 5 lakh, നമുക്ക് അവിടെ ലയബിലിറ്റീസ് ഒന്നും ഉണ്ടാവുന്നില്ല. പകരം എന്താവുന്നത്? ക്യാപിറ്റൽ 5 lakh വരികയും ചെയ്യണം. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ പറയുന്നത് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അപ്പൊ അസറ്റ് എത്രയാണ്? അസറ്റ് എത്രയാണ്? 5 lakh. ക്യാഷ് ആയ 5 lakh നമ്മുടെ അസറ്റ് ആണ്. പ്ലസ് 5 lakh ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് ഒന്നുമില്ല, 0 അല്ലെ? പ്ലസ് എന്താണ് ഉണ്ടായത്? പിന്നെ അവിടെ ഒരു ക്യാപിറ്റൽ ഉണ്ടായി 5 lakh. അപ്പൊ 5 lakh is equal to 0 plus 5 lakh. അപ്പൊ രണ്ട് സൈഡും 5 lakh ഈക്വൽ ആയി. മനസ്സിലായോ? അപ്പൊ ആ ഇക്വേഷൻ അവിടെ ടാലി ആയി. എന്താണ് ഈ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ബുക്സ് ബാലൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ നോക്കുന്നത് അല്ലെ? പിന്നെ അതേപോലെ ഇറ്റ് ട്രാക്സ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഫണ്ട്. നമുക്ക് എമൗണ്ട് എവിടുന്ന് വന്നു എവിടേക്ക് പോയി എന്നുള്ളതും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ ക്യാപിറ്റൽ ആയിട്ടുള്ള 5 lakh വന്നു, അത് ക്യാഷ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ട്രാക്ക് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഫണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഫണ്ടമെന്റൽ സോഴ്സ് ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് തന്നെ ഒരു ഫണ്ടമെന്റൽ അടിസ്ഥാനമാണ് എന്ത്? ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. അസറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി, അല്ലെങ്കിൽ അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ.